വിഷ്ണുവിന്റെ പെണ്ണായിട്ട് ജില്ലാ കളക്ടറുടെ എല്ലാ പകട്ടും പത്രാസുമായി നീ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങണം. അത് ഈ അച്ഛന് കാണണം. ഇങ്ങോട്ടൊരു തിരിച്ചു വരവ് ഇങ്ങനെയായിരുന്നില്ല ശാലിനി പ്രതീക്ഷിച്ചിരുന്നത്. മേഡം വരൂ. കളക്ടർ മാഡം എത്തിയല്ലോ. രാഘവൻ സാറിന്റെ മരണവാർത്ത ഇത്രയും പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞു. ഇതല്ലേ വിഷ്ണുവിന്റെ ഭാര്യ? ഇവരിപ്പോ കളക്ടറായോ? സത്യമേ, കളക്ടർ മേഡം. അല്ല, ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടില്ല. ആൾക്കാരൊക്കെ എത്തി. കളക്ടറും കൂടെ എത്തിയിട്ടുണ്ട്. വിട്ടുപോയി കളഞ്ഞല്ലോ അച്ഛ. തരാതെ
ഞാനാ തെറ്റുകാരി. അച്ഛൻ്റെ ആഗ്രഹം പോലെ കളക്ടറായി കഴിഞ്ഞിട്ടും അച്ഛനെ കബളിപ്പിച്ച് വിളിച്ചു നടക്കുകയല്ലായിരുന്നോ ഞാൻ? ഇങ്ങോട്ട് തിരിച്ചു വരാൻ അച്ഛനോട് പറഞ്ഞതല്ലേ? അച്ഛൻ്റെ വിഷ്ണുമൂർത്തി പെണ്ണായിട്ട് എന്നിട്ട് അച്ഛൻ ഞാനൊരിപ്പം വൈകി പോയച്ച. അച്ഛ എന്നാലും ഓരോന്ന് പറഞ്ഞിരുന്നതല്ലേ? അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പറ്റിച്ചു കളയുന്നു കരുതിയ. അത്രയ്ക്ക് വിശ്വാസമില്ലാതെ പോയവന്നെ അച്ഛനോടൊരു വാക്ക് പറഞ്ഞ അത് മാറ്റുമോ ശാലിനി? എനിക്കച്ഛ അച്ഛ ഞാൻ വന്നില്ല. അത് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ അച്ഛ ഞാൻ കളക്ടറായി വിഷ്ണുവേട്ടന്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് വരണത് കാണണമെന്നായിരുന്നില്ല അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ വന്നു ഞാൻ വന്നു എഴുന്നേക്കച്ച. ഒന്ന് എഴുന്നേക്കച്ച. അച്ഛൻ എന്നെ കാണണ്ടേ? കളക്ടറായിട്ട് അച്ഛൻ്റെ വിഷ്ണുവിന്റെ പെണ്ണായിട്ട്. എഴുന്നേക്കച്ച. അച്ഛ എഴുന്നേക്ക്. എഴുന്നേറ്റ് പോ അച്ഛ. അച്ഛ എഴുന്നേക്കച്ച. ഒന്ന് എഴുന്നേറ്റ് വാ അച്ഛ. എഴുന്നേറ്റ് വാ. അച്ഛനെ ശാലിനി അച്ഛ വിളിക്കുന്നു. പ്ലീസ് അച്ഛ എഴുന്നേറ്റ് വാ. എഴുന്നേക്കച്ച. എഴുന്നേറ്റ് വാ പ്ലീസ്. അച്ഛാ അച്ഛാ ഓ അച്ഛാ അച്ഛാ വിഷ്ണുട്ടാ 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 അച്ഛൻ തരില്ല എനിക്ക്. വിഷ്ണുട്ടാ ഞാനും കണ്ടതാ. അച്ഛാ 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 എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അതല്ലേ വേണ്ടത്. അച്ഛാ വിഷ്ണു നീ വിളിച്ചോ ഡോക്ടർ ഇവിടെ. സത്യാമ്മേ അച്ഛാ രാഘവേട്ടനെ ഒന്ന് നോക്കണം ഡോക്ടർ. സാറിനെ ആദ്യം കാറ്റും വിളിച്ചുള്ള റൂമിലേക്ക് മാറ്റിക്കിടത്ത്. പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് പുറത്തിറങ്ങി സഹായിക്കണം. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേ.
നിനക്ക് ഞാൻ വിഷ്ണുവേട്ടനെയോ എന്റെ അച്ഛനെയോ എന്റെ പ്രിയപ്പെട്ടതൊന്നും കാണാമടി നമുക്ക്. ഡി, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? മോളെ വന്നേ. ശിവൻകുട്ടിയേട്ടാ, എങ്ങോട്ടേ ഇറങ്ങി പോകുന്നേ? നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ പോകുന്നു. എന്താ അല്ല, നമ്മൾ ഇവിടെ ഒരു ചടങ്ങിന് വന്നിട്ട്. ചടങ്ങിൽ വന്ന് തൃപ്തിയായില്ലേ? ഇനി സത്യാമ്മ പറഞ്ഞതുപോലെ 7 കൂട്ടം പായസം കൂടി ഉണ്ടിട്ട് ഇവിടുന്ന് പോകുന്നുള്ളോ? അല്ല ശിവൻകുട്ടിയേട്ടാ, അവിടെ ഒരാൾ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയാതെ കിടക്കുമ്പോ അയാള് ചാവോ ജീവിക്കോ എന്താണെന്ന് ചെയ്യട്ടെ, നിനക്കെട്ടാ. ശിവൻകുട്ടിയേട്ടാ ഒന്ന് പതുക്കെ, ആൾക്കാർ കേൾക്കും. കേൾക്കുന്നത് കേൾക്കട്ടെ. കണ്ടതിനേക്കാൾ കൂടുതലുണ്ടോ കേൾക്കാനായിട്ട്? നീ മുമ്പ് പറഞ്ഞല്ലോ ഒരു ചടങ്ങിന് വന്ന കാര്യം. രാഘവന്നായുടെ പുരകുളി എടുന്നതിന് കൂടാനല്ല വന്നത്. ഈ നിൽക്കുന്ന നമ്മുടെ മോളുടെ കല്യാണ നിശ്ചയത്തിനാ. ആ നിശ്ചയത്തിന് ചെറുക്കിന് വലിയ മനസ്സൊന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നാലും ഇവളുടെ പിടിവെച്ചയ്ക്ക് മുന്നിൽ നമ്മളൊരു കൂട്ടു നിന്നു. ഇവിടെ പലർക്കും അതിർത്തി ഉണ്ടായിട്ടും ഓരോ ചടങ്ങിന് ഇളിച്ചു പിടിച്ചോണ്ട് നിന്നു. ഇപ്പോ ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോണ വിഷമത്തിൽ അവന്റെ അപ്പൻ ആത്മഹത്യ ഞാൻ ഗുളിയെഴുതി കഴിച്ചിരിക്കുന്നു. അത് കണ്ട് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് നായിക കയറി വന്നിരിക്കുന്നു. അവളുടെ കണ്ണീരിലും പദം പറച്ചിലും ചത്ത കളവിന് ശ്വാസം വീണു. ഇനിയിപ്പോ സംഭവിക്കാൻ പോണത് എന്താ? അയാൾ എഴുന്നേറ്റ് പയറുപോലെ ഇങ്ങി വരും. പുറത്താക്കിയവളടക്കം കെട്ടിപ്പിടിച്ച് ഒരു കൂട്ട കരച്ചിലും. ഒടുവിൽ ഫാമിലി ഫോട്ടോ എടുത്ത് ക്ലൈമാക്സിയോടെ കഴിയുമ്പോ നമ്മൾ ഔട്ട്. എന്റെ ടൈറ്റിലെ മകളെയും കൂട്ടി പോകുന്ന വില്ലത്തിൽ അച്ഛനാവനെ ശിവൻകുട്ടിക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ട്. കച്ചവടത്തിൽ സത്യഭാമയ്ക്ക് എന്താടി നഷ്ടം? മരുമകളായി കിട്ടുന്നത് ജില്ലാ കളക്ടറെ അല്ലേ? നേരത്തെയുള്ള വൈരാഗ്യം പറഞ്ഞ് ക്ഷമിക്കാനേ പുതിയൊരു ന്യായവും ഉണ്ട്. കെട്ടിയവന്റെ ജീവൻ മടക്കി കൊടുത്തത് അവളല്ലേ? ഇതൊക്കെയാടി ഒരു സിവിൽ സർവീസുകാരുടെ വില. കയ്യിൽ കിട്ടിയത് കുപ്പയിൽ അറിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. അവള് ശാലിനി എത്തിയിരിക്കുന്നിടത്തേക്ക് നീ ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമൊന്നും ഇല്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ലടി. അവളിരിക്കുന്ന കളക്ടർ കസേര പോലെ തന്നെയാ നീ ഇവിടെ കൊതിച്ച മരുമകൾ സ്ഥാനവും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലുത് അവള് താലി കെട്ടിയ പുരുഷനാടി. കളക്ടർ കസേര സിവിൽ സർവീസൊക്കെ അവള് വേണമെങ്കിൽ വിട്ടു തരുവടി. പക്ഷേ സ്വന്തം പുരുഷന് നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. സാരമില്ല, ഞങ്ങൾ ചുമന്നോളാം. നീങ്ങ വന്നേ. വരാൻ. മോളെ, നിന്റെ മനസ്സെനിക്കിപ്പോ കാണാൻ പറ്റും. വേദനയും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യം അംഗീകരിച്ചേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് തന്നെയാ സത്യം. രാഘവൻ നായർ ജീവിച്ചാലെന്നല്ല, ചത്താ പോലും നിനക്ക് വിഷ്ണുവിനെ കിട്ടാൻ പോകുന്നില്ല. വിഷ്ണുവിന് 2ാം വിവാഹം നടക്കുന്നതിന്റെ സങ്കടത്തിലാണല്ലോ അയാൾ ഗുളിക എടുത്ത് കഴിച്ചത്. ആ മരണം കൂടി നിന്റെ പേരിലാവുന്നല്ലാതെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. സത്യമ്മ അടക്കമുള്ളവര് നിന്നെ എന്നേക്കുമായി വെറുക്കും. വെറുതെ എന്തിനാ മോളെ നാണം കെടാനായിട്ട് നിൽക്കുന്നേ? വരുന്നില്ലേ? വാ മോളെ, വാ.
ഏയ് അവളെന്താ കയറുന്നില്ലേ? ആർക്കറിയാം, ഓരോ സമയത്തും ഓരോ തോന്നലല്ലേ. വിളിച്ചിട്ട് വാണിയോട്ട്. ശ്ശോ, ഈ പെണ്ണിനെ കൊണ്ട്. എടി പറഞ്ഞേ, നിന്നോടാ പറഞ്ഞു വന്ന് കാറി കയറാൻ. കയറിയില്ലെങ്കിലോ? ഛെ, ഈ അവളെ ഇന്ന് എന്താടി നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വിളിച്ച് കാറ് കയറ്റാൻ? അവള് വരുന്നില്ലെന്ന്. വളർത്താൻ അറിയണോടി. ഇത്രയും നാളും കയറൂരി വിട്ടതിന്റെ ഫലമാ ഇന്ന് ഈ അനുഭവിക്കുന്നതൊക്കെ. വന്ന് വണ്ടി കയറി. ഇവരോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ, സൗകര്യപ്പെടില്ലെന്ന്. ഇവരെന്നോ? അത്രയ്ക്ക് അഹമ്മതി വേണ്ടടി. അയ്യോ മോളെ, എടി മധു, തല്ലണോ നിങ്ങക്കെന്നെ? തല്ലണോന്ന്? ശിവൻകുട്ടിയായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നെന്ന്. അതിന് ഞാനല്ല ഇവളെ പിടിവിടാത്തത്. ഉഫ്, മോളെ പ്ലീസ് ഒന്ന് ക്ഷമിക്കടി. നിന്റെ അച്ഛനല്ലേ? കത്തിപ്പൊകഞ്ഞ് നിൽക്കുവോ ഞാനിവിടെ. അതിനിടെ വളർത്താനോ നന്നാക്കാനോ ഒന്നും വന്നേക്കരുത് കേട്ടോ. അച്ഛനാണോ കൊച്ചനാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. മോളെ പ്ലീസ് ഒന്ന് ക്ഷമിക്കടി. ക്ഷമിക്കാനോ? എന്നെ ചുമക്കുവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഇപ്പൊ ചുമക്കണ്ട. എന്നു മുതലാ മധുശ്രീ നിങ്ങളുടെ കണ്ണിലെ ചുമട് ഭാരമൊക്കെ ആയത്? സ്കൂളിലും കോളേജിലും ഒക്കെ നന്നായി പഠിക്കുമായിരുന്നല്ലോ ഞാൻ. പഠിച്ച് റാങ്ക് വരെ വാങ്ങിച്ചില്ലേ? സിവിൽ സർവീസ് എഴുതിയെടുത്തില്ലേ? ഒടുവില് മസൂറിയിലെ സിവിൽ സർവീസ് ട്രെയിനിങ് കേന്ദ്രം, അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? ഒരു രസത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതാ ഡ്രഗ്സ്. അതൊരു അഡിക്ഷൻ ആകുമെന്നോ ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്നോ കരുതിയതല്ല. മധുശ്രീയുടെ ജീവിതത്തില് ഏറ്റവും നശിച്ച് അവള് ആ ശാലിനി കയറി വന്നത്. ശരിക്കും ഞാനല്ല അച്ഛാ, അവളാ. അവള് ആ ശാലിനിയെ ശരിക്കുള്ള വിലത്തി. എങ്കിൽ ശാലിനിക്ക് മേൽ മധുശ്രീ വിജയിക്കാൻ പോവാ. ശാലിനിയുടെ വില പിടിച്ച മുതല് ഞാൻ ഇങ്ങ് തട്ടിയെടുക്കാൻ പോവാ അവളുടെ വിഷ്ണു ഏട്ടനെ.